ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണെന്നുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കം എന്നാണ്, ഒരു പുതിയ ഓഫർ എന്നാണ്, ഒരു പുതിയ ഇമോഷണൽ ഔട്ട് ബ്രേക്ക്, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഔട്ട് ബ്രേക്ക് എന്നാണ്. അപ്പോൾ ഒരു തരം സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാവാം. ചിലപ്പം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ആരാധനാലയങ്ങളിൽ പോകാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കം എന്നാണ് പറയുന്നത്. അതുപോലെ ഇതൊരു ഓഫറാണ്. നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം നമുക്ക് കിട്ടുക. ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ സമ്മാനമായിട്ടായിരിക്കും നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സമ്മാനം കിട്ടുക. അതുപോലെ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ഒരു ഓഫർ നമുക്ക് കിട്ടുക. അതുപോലെ നമ്മളിന്ന് പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ നമ്മളിലേക്ക് തിരിച്ചു വരും. ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പുതിയ ലവ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു പുതിയ ലവ് ഓഫർ കിട്ടുക. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓഫറുകൾ കിട്ടുക എന്ന് പറയുന്ന പോലെ തന്നെ സർപ്രൈസ്, ഗിഫ്റ്റ് അതൊക്കെ കിട്ടുക, സമ്മാനം കിട്ടുക, ചുട്ടി, ലോട്ടറി ഇതൊക്കെ അടിക്കുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഒരു പുതിയ തുടക്കം തന്നെയാണ്. ഇന്നൊരു പുതിയ ഒരു മത്സരം ആരംഭിക്കുക എന്നൊക്കെയുണ്ട്. ഒരു കപ്പ്, നമുക്കൊരു കപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സമ്മാനം മേടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ആരംഭിക്കുക എന്നും അർത്ഥമുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി അതാണ് പറയുന്നത്. ടവറുണ്ട്. ടവർ മാനസിക സംഘർഷം ഉണ്ടാവുക, വഴക്കുണ്ടാവുക, അട്ടിമറി ഉണ്ടാവുക, വീഴ്ച പറ്റുക, ഇതൊക്കെയാണ് ടവർ പറയുന്നത്. പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുക എന്നാണ്. നമ്മൾ ചിന്തിച്ച് വെച്ചിരുന്ന എല്ലാം തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാകാം. പെട്ടെന്നൊരു വഴക്കുണ്ടാവുന്നതാകാം, ഒരു കോൺഫ്ലിക്റ്റ് ആവാം, പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടാവുന്നതാവാം. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ച് പോവുകയും അതിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യത്തില്ലേ, അതാണ് ടവർ. പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുന്നതിനാണ് ടവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റുകളും വഴക്കുകളും ഉണ്ടാവുക, ഇതും ടവറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ടവർ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതിനാണ് ഈ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ 3 ഓഫ് കപ്സ് ആണ്. ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. ഇത് പഴയ ഫ്രണ്ട്സിനോടൊപ്പം കൂടിച്ചേരുന്നതാകാം. സെലിബ്രേഷനാണ്, ഫ്രണ്ട്സിനോടൊപ്പമുള്ള ടുഗദർനെസ് ആണ്, ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക, ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ് ഈ 3 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ശരിക്കും ഒരു ഗ്യാതറിംഗ് ആണ്, ഒരു ഒത്തുചേരലാണ്. പഴയ ആളുകളും പുതിയ ആളുകളും ഒക്കെ ആയിട്ട് ഒരു ഒത്തുചേരൽ ഉണ്ടാവുന്നു എന്നാണ് ഈ 3 ഓഫ് കപ്സ്. കുറച്ച് നേരം ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക, സൊറ പറയുക, ഇതൊക്കെയാണ്. പഴയ ആളുകളെ മീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്ഷിപ്പാണ് മോസ്റ്റ്ലി, അത് ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് 3 ഓഫ് കപ്സ്. പിന്നെ പുരുഷന്മാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്നൊന്ന് ചില്ലാവുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട് 3 ഓഫ് കപ്സ്. മൂൺ കാർഡാണ് ഇത്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒന്നുമല്ല സത്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അതായത് നിങ്ങൾ കാണുന്നതിനപ്പുറത്ത് മറ്റൊരു സത്യമുണ്ട്, അല്ലെങ്കിൽ ചില മനുഷ്യരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞു എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ. വേദന എന്നതിനേക്കാൾ അവരത് പറഞ്ഞല്ലോ എന്നൊരു ഫീല്. നമ്മളൊരിക്കലും ആ ആളുകളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു പെയിൻ ഉണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഒരു പേടിയും ഭയം, വെപ്രാളം, ആങ്സൈറ്റി അതൊക്കെയാണ് ഈ മൂൺ പറയുന്നത്. അതുപോലെ ഒരു പൊയ്മുഖം അഴിഞ്ഞു വീഴുക എന്നുണ്ട്, ഒരു ഇല്യൂഷൻ്റെ ആയിട്ടുള്ളൊരു കാര്യം അഴിഞ്ഞു വീഴുക എന്നുണ്ട്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുക, വിഷാദത്തിലിരിക്കുക, ഡിപ്രഷനിലിരിക്കുക, അങ്ങനെ ഉണ്ട്. ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് രാവിലെ തന്നെ നല്ലതായിട്ട് ബോധ്യം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം നിങ്ങളൊരാൾ ഫോൺ വിളിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് രാവിലെ തന്നെ അറിയാൻ പറ്റും. ആ ആളെക്കുറിച്ച് നിങ്ങൾ അറിയാതെ തന്നെ ഓർക്കും, അവരെക്കുറിച്ച് ചിന്തിക്കും. വൈകുന്നേരം അവരുടെ കോൾ വരും. അപ്പോൾ നിങ്ങൾ പറയും, ഞാനിന്ന് രാവിലെ ഓർത്തതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ മൂഡ് എനർജി എന്ന് പറയുന്നത്. മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ.
മൂഡ് സ്വിങ്സ് ഇങ്ങനെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റിംഗ് എനർജീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇന്ന് ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്ന ആളായിരിക്കും. അതുപോലെ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അർഹിക്കുന്ന പരിഗണനയൊന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് ടൈമിൽ നിങ്ങൾ മറ്റുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സാധാരണ കാണുമ്പോൾ ചിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇന്ന് ചിരിക്കാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഓവർ ബേർഡൻ്റാണ്, തലയിൽ കുറച്ച് ഭാരമൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളവരെ ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ല എന്ന് വരും. അതൊക്കെ മറ്റുള്ളവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ലതാണ് വരുന്നതെങ്കിൽ ആ നല്ലത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പുറത്ത് വരുന്നത് വേറെ രീതിയിലായിരിക്കും. മനസ്സിൽ ചീത്തയാണുള്ളതെങ്കിൽ പുറത്ത് വരുന്നത് നല്ലതായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതിനെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ന് വളരെ സ്നേഹമായിരിക്കും എല്ലാവരോടും, പക്ഷെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, പ്രകടിപ്പിക്കുക അതിന് സാധിക്കുന്നില്ല എന്നാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റും, മച്ചുവറായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ഇതൊക്കെ പറ്റും. പക്ഷേ വളരെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും, പക്ഷേ നിങ്ങൾ മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യും. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. പണമായിരിക്കാം, സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാവാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാവാം. ഇന്നൊരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയാൽ പോസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെൻറ്റക്കിൾസ് ആണ്. ഇത് ലോങ് ടേം വ്യൂവിലേക്കുള്ള ഒരു വെയിറ്റിംഗ് ആണ്. ചിലപ്പോൾ നിങ്ങൾ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക, എത്ര രൂപയായി, ഇതെപ്പം മെച്യൂർ ആകും, ഇതെങ്ങനെ ബ്രേക്ക് ചെയ്താലോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതാണ്. ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എപ്പം മച്യൂരിറ്റി എത്തുമെന്ന് നിങ്ങൾ നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻസ് കിട്ടാനുള്ള ആളുകൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം. നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കടം കൊടുത്തിട്ട് ആ പണം തിരിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ആ പൈസ ഇന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. ചില ആളുകളെ ചിലർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഇന്ന് വരും എന്ന് പ്രതീക്ഷയോടുകൂടി, അതായത് നിങ്ങളിന്ന് വഴക്കുണ്ടാക്കിയോ ബ്രേക്കപ്പ് ആയൊക്കെ പോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വരും എന്ന് കരുതി കാത്തിരിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോടാണ് നിങ്ങൾക്ക് പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ട് ആണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഒരു മൂവ്മെൻറ്റ്, ചലനം, നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുക എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളിലേക്ക് പണം വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. ദെൻ 8 ഓഫ് കപ്സ് ആണ്. ഈ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചില ആളുകളോട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഒരിടത്തേക്ക് ചെല്ലുന്നത്, പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ചില ആളുകളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുകളോടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു. നിങ്ങൾ അവിടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയും ഇരിക്കുന്ന ആ ഒരു ഗ്യാതറിങ്ങിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ചിന്ത എന്തായിരുന്നോ അവിടെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറിയിട്ട് നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആകുക, സ്പിരിച്വാലിറ്റിയിലേക്ക് നടന്ന് നീങ്ങുക, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹമുള്ള ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ കാത്തിരിക്കുകയായിരുന്നുവെങ്കിൽ ഇനിമേൽ അവരെ കാത്തിരിക്കേണ്ട എന്ന് വിചാരിച്ച് ലെറ്റിംഗ് ഗോ ചെയ്യുന്നതാണ്. നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്മാറി പോവുക, സാക്രിഫൈസ് ചെയ്യുക എന്നൊക്കെയാണ്. ഇത് ഇത്രയും കപ്പ് ഓഫ് ലവിനെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ആദ്യമേ മൂൺ എനർജി കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞു ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്നും ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. നിങ്ങൾ വല്ലാത്ത ഗട്ട് ഫീലിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതായത് ചില ആളുകൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സ്മെല്ലായിട്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഹെവിനെസ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ടച്ചിങ് എന്താണോ അവർ പറയുന്നത് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സ്മെല്ല് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഗട്ട് ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഇന്നൊരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൗണ്ടർ പാർട്ട് ഓഫ് ഹീറോഫൻ്റ് ആണ്. അപ്പോൾ ഒരു മതപുരോഹിതയാണ്, ഒരു സ്പിരിച്വൽ ലേഡിയാണ്. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ഗൈഡൻസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ നിങ്ങൾ വിചാരിച്ചിരുന്നതൊന്നും അല്ല സത്യം. ഇവിടെ ഒരു ട്രൂത്ത് റിവീൽഡ് ആവുന്നതാണ്. ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാതിരുന്ന ട്രൂത്ത് റിവീൽഡ് ആവുന്നതാണ്. സത്യം പുറത്തു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞൊന്നും അല്ല സത്യം എന്ന് നിങ്ങൾ അറിയുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ടവറൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ചില രഹസ്യങ്ങളൊക്കെ ഇന്ന് വെളിവാകുന്നതാകാൻ സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
ഇതൊരു തരം പിശുക്ക് സ്വഭാവമാണ്. അതായത് വേണ്ട കാര്യങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് സ്പെൻഡ് ചെയ്ത് പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങളിന്ന് തയ്യാറല്ല. അതിപ്പോൾ സ്നേഹമാകട്ടെ, പണമാവട്ടെ, അറിവാകട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളിന്ന് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങളെ തന്നെ ബന്ധിച്ച് വെക്കുകയാണ്. അതായത് ഒരു റിസർവ്ഡ് ടൈപ്പിലിരിക്കുക, മൂഡ് സ്വിങ്സിൽ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുക, തീർത്തും ഞാൻ ഒറ്റയ്ക്കാണോ എന്നുള്ളൊരു ഇൽ ഫീലിങ്. അതുപോലെ മൊത്തത്തിൽ നമ്മളെ തന്നെ ഒന്ന് റിസർവ്ഡ് ആക്കി വെക്കുന്നതാണ്. മറ്റുള്ളവരോട് ഓപ്പൺ അപ്പ് ആവാൻ തയ്യാറല്ലാത്തൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. 2 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പോകാനുള്ള വിസയോ ചിലപ്പോൾ ഫ്ലൈറ്റ് ചാലുവാകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെയാണ് തേടുന്നതെങ്കിൽ ആ ആളുടെ വെയറബോട്ട്സ് നിങ്ങൾ തേടുന്നതാവാം. സോഷ്യൽ മീഡിയയിൽ ആളെ പരതുന്നതാവാം. അവരുടെ സ്റ്റേറ്റസ്, അവരുടെ ലാസ്റ്റ് സീന് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, അങ്ങനെ ഏതെല്ലാം പ്ലാറ്റ്ഫോംസ് ഉണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഒരാളെ തേടുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾ OLXലോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും സൈറ്റിൽ കയറി എന്തെങ്കിലും സാധനങ്ങൾ തിരയുന്നതാകാം. അതും അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സമയം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം തിരയുക, ഒരാളെ തിരയുക എന്നൊക്കെയാണ് ഈ 2 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത്. ഓവറായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നു അവിടെ എന്നുള്ളതാണ്. ബോട്ടം ഡെക്ക് 8 ഓഫ് വാണ്ട്സ് ആണ്. 8 ഓഫ് വാണ്ട്സ് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക, നിശ്ചലമായിരുന്ന അവസ്ഥകളിലൊരു ചലനം ഉണ്ടാവുക, ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക, അതുപോലെ ക്വിക്ക് ആക്ഷൻ എടുത്ത് വരിക എന്നൊക്കെയാണ്. എയർ ട്രാവൽ ചെയ്ത് വരിക എന്നൊക്കെയാണ്. അപ്പോൾ ആരെങ്കിലും വിദേശത്തു നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിന്ന് വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ട്രാവലിങ്ങിൻ്റെ കാർഡാണ് ഈ 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ്, എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് ഏഞ്ചൽസ് തരുന്നത് നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. അപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളോടാണ് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹെൽത്ത്. ആരുടെയൊക്കെയോ ഹെൽത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കണം, അതുപോലെ നന്നായിട്ട് ഫുഡ് കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ആകാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആകാം, നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റ്സിൻ്റെ ആകാം, നിങ്ങളുടെ പെറ്റ്സിൻ്റെ ആകാം കേട്ടോ. നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന എന്തിൻ്റെയും ആകാം. ഹെൽത്ത് കുറച്ചൊരു പ്രശ്നത്തിലാണെങ്കിൽ അതിന്ന് ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഒരു യെസ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ യെസ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നോട്ട് ദ റൈറ്റ് ടൈം ആണ്. ഇന്ന് ശരിക്കുള്ള സമയമല്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, ഓട്ടം വന്നിരിക്കുന്ന റൊമാൻസ് ആണ്. അപ്പോൾ ഇന്ന് വളരെ റൊമാൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്പ് ഒക്കെ ഉണ്ട്. ഏസ് ഓഫ് കപ്പ് റിയൂണിയൻ്റെ കാർഡാണ്. ദെൻ 3 ഓഫ് കപ്സ് ഗ്യാതറിങ്ങിൻ്റെയും സെലിബ്രേഷൻ്റെയും ഒത്തുചേരലിൻ്റെയും കാർഡാണ്. അപ്പോൾ റിയൂണിയൻ്റെ കാർഡ്സൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാതിരുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ റിവീൽഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ ന്യൂസ് കേൾക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന എന്തെങ്കിലും ഒരു വാർത്തയായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്ന എന്തെങ്കിലും വാർത്തകളാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഇന്നലെ ഞാൻ ഓഫർ ഇട്ടപ്പോൾ വന്ന ഒരു റീഡിങ്ങിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ഇതിൽ തന്നെയാണ് ആ മെസ്സേജുകളുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കേണ്ടത് തന്നെയായിരുന്നു. ആദ്യമുള്ള 5 ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണെങ്കിൽ മാത്രമേ അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞത് ആ ആളൊരു അത്രയും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും സമയം എടുത്തിട്ടുണ്ടാവും. അത്രയും നീളത്തിൽ മെസ്സേജ് അയച്ചേക്കുവാണ്. ആർക്കും അയാൾക്കും പ്രയോജനമില്ല, ഞങ്ങൾക്കും പ്രയോജനമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ്. എന്തിനാണ് വെറുതെ ഇങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇത് 399 ഓഫർ ഇടുമ്പോൾ അത് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ ഇടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഫുൾ പേയ്മെൻറ്റ് അവർക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓഫർ ഇട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ വെറുപ്പിക്കാൻ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ വലിയ ആധ്യാത്മിക നേതാവാണെന്ന് ആരെ ബോധിപ്പിക്കാനാ? എന്നെ ബോധിപ്പിക്കാനോ? ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു കൊളാഷാക്കി നാളെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തേക്കാം, കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടേക്കാം. എല്ലാവരും നോക്കണേ. ആ മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ പറയണം എന്താണ് ഈ വ്യക്തിക്ക് കുഴപ്പമെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ കുറേ പ്രാവശ്യമായി വെറുതെ ഇറിറ്റേറ്റ് ചെയ്യണം. ഞാൻ അയാൾക്ക് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല.
പക്ഷേ എന്തിനാണ് ഈ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ വലിയ ആധ്യാത്മിക നേതാവാണെന്നാണോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടാരോ റീഡിയാൻ മാത്രമേ അറിയുള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാണ്. അപ്പം നിനക്ക് അതറിയാമോ, നിനക്ക് ഇതറിയാമോ എന്ന് ചോദിച്ച് പണ്ടിരിക്കുമ്പോൾ തന്നെ ഇറിറ്റേറ്റ് ചെയ്താണ്. ഞാനൊന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാണ് മനുഷ്യൻ്റെ ടെമ്പർ തെറ്റിക്കുന്നത്. നമ്മൾ കോൺഫ്ലിക്റ്റഡ് ആകുമ്പോഴേ റീഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്കും നമ്മുടെ ഒരു നല്ല എനർജി കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പം മറ്റുള്ളവരുടെ സമാധാനത്തിലും സന്തോഷത്തിലും കൈകടത്താതിരിക്കുക. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മളെപ്പോഴും പറയുമല്ലോ, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് ചൊറി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വീട്ടിലുള്ളവരോട് ചൊറി ഉണ്ടാക്കൂ. നമ്മുടെ വാട്സപ്പിൽ വന്നിരുന്ന് നല്ല ചൊറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സോറി, രാവിലെ ഇതൊക്കെ പറയേണ്ടി വന്നതിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. എന്ത് കമൻറ്റ് വേണേലും എഴുതാം, തെറി എഴുതാതിരുന്നാൽ മതി. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.